കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 31 ശ്ലോകം 16 നമ്മൾ ചെയ്തു. ദാരുകനോട് ഭഗവാൻ ദ്വാരകയിൽ പോയി എല്ലാവരോടും അവിടുന്ന് പോവാനും സമുദ്രം പിന്നെ ദ്വാരകയെ വിഴുങ്ങും, അതുകൊണ്ട് അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവരമൊക്കെ ദാരുകൻ പറഞ്ഞത് കേട്ടപ്പോൾ, അതായത് യാദവ വംശത്തിൻ്റെ മുഴുവൻ നാശവും ബലരാമൻ പോയ കാര്യവും ഭഗവാനും പോവുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ദുഃഖം കൊണ്ട് മൂർച്ഛിതരായി വീണു എന്നാണ് പറഞ്ഞത് അല്ലേ. അതാണ് 16. ഇനി 17 വായിക്കാം. തത്രസ്മത്വരിതാ ജഗ്മു കൃഷ്ണവിശ്ലേഷ വിഹ്വലാഹ വ്യസവശ്ശേരതേ യത്ര ജ്ഞാതയോ ഘ്നന്ദ ആനനം. വൃഷ്ണീകളുടെ നിധനം, മരണം, കൃഷ്ണശഃ വിസ്തരിച്ച ഒന്നും ഒരു പോയിന്റും വിടാതെ കഥയാമാസ പറഞ്ഞു. തശ്രുത്വ അത് കേട്ട് ഉദ്വിഗ്നഹൃദയാഹ, അവരെങ്ങനെയാണ് തമ്മിൽ തല്ലി മരിച്ചതെന്ന് ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉദ്വിഗ്നഹൃദയ, അവർക്ക് അങ്ങേയറ്റം വളരെ ക്ഷോഭിച്ച മനസ്സോടുകൂടിയവരും ശോകവിമൂർച്ഛിത ദുഃഖവിവശരായവരും കൃഷ്ണവിശ്ലേഷ വിഹ്വല, കൃഷ്ണൻ്റെ വിയോഗത്തിൽ അതായത് വിരഹത്തിൽ ദുഃഖിതരുമായ ജനങ്ങൾ ആനനഗ്രന്ഥ മുഖത്തിൽ തല്ലിക്കൊണ്ട് അവനവൻ്റെ മുഖത്തിനെ അടിക്കുക, ദുഃഖം കൊണ്ട് അവനവൻ്റെ മുഖത്തിനെ അടിക്കുക. വ്യസവ മരിച്ചുപോയ ജ്ഞാത ബന്ധുക്കൾ എത്ര ശേരത ആരൊക്കെ ഉണ്ടോ ബാക്കി, അതായത് ആരൊക്കെ അവശേഷിച്ചുവോ തത്ര ആ സ്ഥലത്തിലേക്ക് ത്വരിത ജഗ്മു വളരെ വേഗം ചെന്നു. എന്താ പറഞ്ഞ അതായത് ഇതൊക്കെ കേട്ടിട്ട് ദ്വാരകയിലത്തെ അവിടെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഭഗവാന്റെ വിരഹത്തിൽ അവർ ദുഃഖവിവശരായിട്ട് ആ ദുഃഖം കൊണ്ട് തൻ്റെ മുഖത്ത് അടിച്ചിട്ട് ബന്ധുക്കളൊക്കെ വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി ഈ യുദ്ധം ചെയ്ത് മരിച്ചതിലേക്ക്. തത്രസ്മത്വരിതാ ജഗ്മു കൃഷ്ണവിശ്ലേഷ വിഹ്വലാഹ വ്യസവശ്ശേരതേ യത്ര ജ്ഞാതയോ ഗ്രന്ഥ ആനനം. മുഖത്തടിച്ചും കൊണ്ട് ദുഃഖം സഹിക്കാൻ വയ്യാഞ്ഞിട്ടേ ദേവകീ രോഹിണീ ചൈവ വസുദേവസ്തഥാ സുതൗ കൃഷ്ണരാമാവപശ്യന്തഃ ശോകാർത്താ വിജഹു സ്മൃതിം. അവരോ ദേവകിയുടെയും വസുദേവരുടെയും കഥ എന്താ? ദേവകീച്ച രോഹിണി ഏവ, ദേവകിയും രോഹിണിയും വസുദേവ സഥാ അതുപോലെ വസുദേവരും സുതൗ കൃഷ്ണരാമോ തങ്ങളുടെ പുത്രന്മാരായ ശ്രീകൃഷ്ണനെയും ബലരാമനെയും അപശ്യന്ത കാണാതെ ശോകാർത്താഹ ശോകവിവശരായി സ്മൃതിം വിജഹു, അവർക്ക് ഒരു ഭ്രമം വന്ന പോലെ ഒന്നും ഓർമ്മയില്ലാതെ ദുഃഖത്തിൻ്റെ ശക്തി കൊണ്ട് ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയായി അവർക്കെന്ന്. അതായത് ശരിക്കും പറഞ്ഞാൽ ബോധം കെട്ട് വീണു എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഭഗവാൻ ഇനി ഒരിക്കലും ഭഗവാനെയും ബലരാമനെയും കാണില്ല എന്നുള്ള ആ സത്യം കിട്ട് മനസ്സിലായപ്പോൾ എന്താ പറയുക, വസുദേവർക്കും ദേവകിക്കും രോഹിണിക്കും ഒക്കെ ദുഃഖം കൊണ്ട് അവർ മൂർച്ഛിച്ച് വീണു, അല്ലെങ്കിൽ തല തിരിഞ്ഞ് മോഹാത്സ്യപ്പെട്ട് വീണു എന്നാണ് പറഞ്ഞേട്ടോ. ഇനി ദേവകീ രോഹിണീ ചൈവ വസുദേവസ്തഥാ സുതൗ കൃഷ്ണരാമാവപശ്യന്ത ശോകാർത്താ വിജഹു സ്മൃതി. അതായത് സ്മൃതി നഷ്ടപ്പെട്ടു പറഞ്ഞപ്പോൾ ബോധം കെട്ട് വീണു. പ്രാണാംശ്ച വിജഹുസ്തത്ര ഭഗവദ്വിരഹാതുരാഹ ഉപഗൂഹ്യപദീം സ്ഥാത ചിതാ മാരുരുഹു സ്ത്രീയഃ. 19, 19, 20 ഒന്നിച്ച് വായിക്കാം. രാമപത്ന്യശ്ച തദ്ദേഹമുപഗൂഹ്യാത്മാവിശൻ വസുദേവപത്ന്യസ്തദ്ഗാത്രം പ്രദ്യുമ്നാദീൻ ഹരേഹ സ്നുഷാഹ കൃഷ്ണപത്ന്യോ വിശന്നഗ്നിം രുക്മിണ്യാദ്യാസ്തദാത്മികാഹ. അയ്യോ ഈശ്വര, എന്താ പറഞ്ഞറിയോ? 19, 20 ഗോവിന്ദ വിരഹാതുരാഹ, ഭഗവാന്റെ വിയോഗത്താൽ അങ്ങേയറ്റം ദുഃഖിതരായി തത്ര അവിടെ തന്നെ പ്രാണാഞ്ച, അതായത് ജീവൻ കളഞ്ഞു, ജീവനെയും വിജഹു വിട്ട് സ്ത്രീകൾ പത്നിമാരൊക്കെ താൻ പതീൻ അവരവരുടെ പതികളെ ഉപഗൂഹ്യ ആലിംഗനം ചെയ്തുകൊണ്ട് ചിതാം ആരുരുഹു ചിതയിൽ പ്രവേശിച്ചു. ആ ദുഃഖം കൊണ്ട് പലരും തീയിൽ ചാടി, ദുഃഖം കൊണ്ട് അവനവൻ്റെ ജീവൻ കളയാൻ വേണ്ടിയിട്ട്. രാമപത്ന്യഹ ച, ബലരാമൻ്റെ പത്നികളും തദ്ദേഹം അവരുടെ ദേഹത്തെയും വസുദേവരുടെ പത്നികൾ
അതായത് ദേവകി അടക്കം തദ്ഗാത്രം അവരുടെ ദേഹത്തിനെയും ഹരേഹേ സ്നുഷാഹ, അതായത് ഭഗവാന്റെ ഡോട്ടർ ഇൻ ലോസ്, സ്നുഷ പറഞ്ഞ ഡോട്ടർ ഇൻ ലോസ്, സ്നുഷമാരും അതായത് ഭഗവാന്റെ മകൻ്റെ ഭാര്യമാർ, പ്രദ്യുമ്നൻ മുതലായ ഉപഗൂഹ്യ കെട്ടിപ്പിണഞ്ഞ അഗ്നിമാവിശൻ അഗ്നിയിൽ പ്രവേശിച്ചു. അതായത് അവരവരുടെ ഭർത്താക്കന്മാരുടെ, അവരൊക്കെ അങ്ങോട്ട് പോയി പറഞ്ഞല്ലോ, അവരുടെ ഭർത്താക്കന്മാരുടെ മൃതദേഹം കണ്ട് അതിനെ കെട്ടിപ്പിടിച്ച് അവരൊക്കെ അവരുടെ ജീവൻ കളഞ്ഞു. അഗ്നിമാവിശൻ അഗ്നിയിൽ പ്രവേശിച്ച് രുക്മിണി മുതലായ പത്നയ ശ്രീകൃഷ്ണപത്നിമാർ തദാത്മികാഹ ശ്രീകൃഷ്ണ ധ്യാനത്തിൽ തന്നെ മനസ്സ് വെച്ച് ശ്രീകൃഷ്ണൻ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആവിശൻ അഗ്നിയിൽ പ്രവേശിച്ചു. അതാണ് ഈ രണ്ടിലെന്താ പറഞ്ഞു വെച്ചാൽ, അവിടെ ദ്വാരകയിൽ അപ്പം ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും, അതായത് ഭഗവാന്റെ പത്നിമാരും ബലരാമൻ്റെ പത്നിമാരും വസുദേവരുടെ പത്നിമാരും ഭഗവാന്റെ ഡോട്ടേഴ്സ് ഇൻ ലോയും കുറേ ഉണ്ടല്ലോ, അവരൊക്കെ ഈ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവരവരുടെ പതികളുടെ ദേഹത്തിനെ കണ്ടപ്പോൾ ദുഃഖം കൊണ്ട് സഹിക്കാഞ്ഞിട്ടും ഭഗവാൻ പോയ ദുഃഖം കൊണ്ടും അവരൊക്കെ അവരുടെ ജീവനും ചിതയിൽ ചാടി അവരുടെ ദേഹത്തിനെ അവർ വെടിഞ്ഞു എന്ന്. അത്ര ദുഃഖമായി. എല്ലാവരും അഗ്നിപ്രവേശം ചെയ്തു എന്നാണ് പറയുന്നത്. ചിതയിൽ കയറിയിട്ട്, അതായത് ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്തു. ദുഃഖം സഹിക്കാൻ വയ്യായിട്ട് ഇനി അവരവരുടെ ഭർത്താക്കന്മാരില്ലാതെയും ഭഗവാനും ബലരാമനും ഇല്ലാതെ ഇനി ഒരു ജീവിതം അവർക്ക് ആലോചിക്കാൻ വയ്യ. ആ ദുഃഖം കൊണ്ട് അവർക്ക് ചിതയിൽ ചാടാനോ ദേഹത്യാഗം ചെയ്യാനോ ഭയമൊന്നുമില്ല. ഭഗവാന്റെ അടുത്ത് അവരെത്തിയിട്ടുണ്ടാവും. ശരിക്കും ഭഗവാനെ കണ്ടവരാണല്ലോ, ഭഗവാന്റെ അനുഗ്രഹമുള്ളവരല്ലേ. അപ്പോൾ ഇപ്പോൾ സമയം വന്നു, അവർക്ക് എല്ലാം ഭഗവാനാണെന്ന് പൂർണ്ണ ബോധ്യമായി. അപ്പോൾ അവർ അങ്ങനെ അവരുടെ ദേഹം ത്യജിക്കാൻ ഒരു വിഷമവും ഇല്ലാതെ ചിതയിൽ ചാടി ദേഹത്തിനെ ത്യജിച്ച് ആത്മാവ് ഭഗവാനിൽ ചേർന്നിട്ടുണ്ടാവും. പ്രാണാംശ വിജഹുസ്തത്ര ഭഗവത് വിരഹാതുരാഹ ഉപഗുഹ്യ പതിംസ്താദാ ചിതാമാരുഹു സ്ത്രിയഃ രാമപത്ന്യശ്ച തദ്ദേഹമുപഗുഹ്യാഗ്നിമാവിശൻ വസുദേവപത്ന്യസ്തദ്ഗാത്രം പ്രദ്യുമ്നാദീൻ ഹരേഹേ സ്നുഷാഃ കൃഷ്ണപത്ന്യോ വിശന്നഗ്നിം രുക്മിണ്യാദ്യാസ്തദാത്മികാഃ. രുക്മിണി മുതലായവരും ഒക്കെ ഭഗവാന്റെ പ്രധാനപ്പെട്ട 8 പത്നിമാരും അല്ലാത്ത 16,000 പത്നിമാരും എല്ലാവർക്കും ഭഗവാന്റെ വിരഹം സഹിക്കാൻ വയ്യ. അർജുന പ്രേയസ സഖ്യു കൃഷ്ണസ്യ വിരഹാതുരഃ ആത്മാനം സാന്ത്വയാമാസ കൃഷ്ണഗീതൈഃ സദുക്തിഭിഃ. 21. പ്രേയസഃ വളരെയധികം സ്നേഹം, അത്രയൊരു ക്ലോസ് ഫ്രണ്ടല്ലേ. സഖ്യു സഖാവുമായ കൃഷ്ണസ്യ ശ്രീകൃഷ്ണൻ്റെ വിരഹാതുര വിരഹം കൊണ്ട് ദുഃഖിതനായ അർജുനൻ സദുക്തിഭിഃ സത്യമായ വാക്കോടുകൂടിയ കൃഷ്ണഗീതൈഃ, അതായത് ഭഗവത്ഗീതയെ മുമ്പ് ഉപദേശിച്ചല്ലോ ശ്രീകൃഷ്ണൻ്റെ ഉപദേശത്താൽ ആത്മാനം മനസ്സിനെ സാന്ത്വയാമാസ സമാധാനിപ്പിച്ചു. എന്താണ്? അതായത് ഭഗവാന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള അർജുനൻ ഭഗവാന്റെ ഈ സ്വർഗാരോഹണം കേട്ടിട്ട് ദുഃഖിതനായിട്ട് ഭഗവാൻ തന്നെ അർജുനൻ ഉപദേശിച്ച ആ ഭഗവത്ഗീതയിലത്തെ വാക്യങ്ങളെ ഓർത്തുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും സ്വയം ആശ്വസിപ്പിച്ചു. സാധിച്ചു അല്ലേ? അപ്പം അർജുനൻ അത് സാധിച്ചുല്ലോ. അന്ന് പറഞ്ഞു കൊടുത്ത ആ ഭഗവത്ഗീതയുടെ അർത്ഥം ആലോചിച്ച് ഒന്നും ശാശ്വതമല്ല, അനിത്യമസുഖം ലോകം അല്ലേ, അതൊക്കെ ഭഗവാൻ പറഞ്ഞത് മുഴുവന് നല്ലോണം ഉൾക്കൊണ്ട് സ്വയം ആശ്വസിച്ചു, അല്ലെങ്കിൽ സ്വയം ആശ്വസിപ്പിച്ചു. അർജുന പ്രേയസ സഖ്യു കൃഷ്ണസ്യ വിരഹാതുരഃ ആത്മാനം സാന്ത്വയാമാസ, അവനവനെ തന്നെ സ്വാന്തനം ചെയ്തു. കൃഷ്ണഗീതൈഃ, ഇവിടെ കൃഷ്ണഗീത പറഞ്ഞാൽ ഭഗവത്ഗീത തന്നെയാണ് കേട്ടോ. സദുക്തിഭി, കൃഷ്ണഗീതയിൽ പറഞ്ഞ പോലെയെന്ന്. അതായത് നശോചിതും അർഹസി പറയുന്നുണ്ടല്ലോ അല്ലേ, ആത്മാവിന് മരണമില്ല. പിന്നെ നശോചിതും അർഹസി, പണ്ഡിതന്മാർ ഒരിക്കലും ഈ യാതൊരു
പരിഹാരമില്ലാത്ത ഈ ദുഃഖത്തിനെ പറ്റി പണ്ഡിതന്മാർ ശോചിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അതൊക്കെ ആലോചിച്ചിട്ട് ആശ്വസിച്ചു. ബന്ധൂനാം നഷ്ടഗോത്രാണാം അർജുന സാമ്പരായികം ഹതാനാം കാരയാമാസ യഥാവതനുപൂർവശഃ. 22. നഷ്ടഗോത്രാണാം സന്തതിയില്ലാത്തവരും ഹതാനാം കൊല്ലപ്പെട്ടവരുമായ ബന്ധൂനാം ബന്ധുക്കൾക്ക് സാമ്പരായികം പിണ്ടം, അതായത് ഈ എന്താ പറയുക അന്ത്യകർമ്മങ്ങളൊക്കെ അർജുനൻ വിധിപ്രകാരം ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിച്ചു എന്ന്. അതായത് ഇപ്പം അതല്ല ചെയ്യേണ്ടത്. അർജുനൻ കുറച്ച് സമാധാനമായിട്ട് കൊല്ലപ്പെട്ട ബന്ധുക്കളുടെയൊക്കെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു വേണ്ട പോലെ. അതൊക്കെ ഭഗവാന്റെ ആഗ്രഹമാണെന്ന് അറിയാം. ബന്ധൂനാം നഷ്ടഗോത്രാണാം അർജുന സാമ്പരായികം ഹതാനാം കാരയാമാസ യഥാവതനുപൂർവശഃ. 23. ദ്വാരകാം ഹരിണാ ത്യക്താം സമുദ്രോപ്ലാവയത് ക്ഷണാത് വർജയിത്വാ മഹാരാജ ശ്രീമദ് ഭഗവതാലയം. ഹേ മഹാരാജാവേ, പരീക്ഷിത് മഹാരാജാവേ, ഭഗവാൻ താമസിച്ചിരുന്ന ആ ഒരു ഗൃഹം ഒഴിച്ച് ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ദ്വാരകയെ സമുദ്രം മുക്കി. സമുദ്രത്തിലത്തെ ഭഗവാൻ താമസിച്ച ആ ഒരൊറ്റ ഗൃഹം ഒഴിച്ച് ബാക്കിയെല്ലാം സമുദ്രം മുക്കിക്കളഞ്ഞു. ദ്വാരകാം ഹരിണാ ത്യക്ത്വാം സമുദ്രോപ്ലാവയത് ക്ഷണാത് വർജയിത്വാ മഹാരാജ ശ്രീമദ് ഭഗവതാലയം. ഭഗവാൻ താമസിച്ചിരുന്ന ആ ഗൃഹം ഒഴിച്ച് ബാക്കിയെല്ലാം ദ്വാരകയിൽ സമുദ്രം മുക്കിക്കളഞ്ഞു. നിത്യം സന്നിഹിതസ്തത്ര ഭഗവാൻ മധുസൂദന മൃത്യാശേഷാശുഭഹരം സർവമംഗളമംഗളം. എന്താ പറയണതിൽ? ഭഗവാൻ മധുസൂദന, സർവേശ്വരനായ ഭഗവാൻ നിത്യം തത്ര സന്നിഹിത, നിത്യവും ആ ബാക്കി ദ്വാരക മുക്കിയിട്ടുള്ള ബാക്കി ആ അവശിഷ്ടങ്ങളുള്ള സ്ഥലത്ത് ഭഗവാൻ എന്നും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. ആ മുക്കിക്കളയാത്ത ഭാഗമുണ്ടല്ലോ ദ്വാരകയുടെ, അവിടെ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. പിന്നെയോ സ്മൃത്യ അശേഷാശുഭകരം, അതായത് ആ പുണ്യസ്ഥാനത്തിനെ സ്മരിച്ചാൽ തന്നെ എല്ലാ അശുഭങ്ങളെയും നീക്കുന്നതാണ്. നമ്മൾ ആ ദ്വാരകയിൽ ബാക്കി വന്ന അവശിഷ്ടത്തിൽ ഭഗവാന്റെ സാന്നിധ്യം എന്താ പറഞ്ഞല്ലോ, അതിനെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ അമംഗളങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല, സർവമംഗളങ്ങളിൽ വെച്ച് മംഗളം ആണ് ആ ഭൂമി. അതിനെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ അശുഭങ്ങളൊക്കെ നീങ്ങും എന്നാണ് പറഞ്ഞത്. നിത്യം സന്നിഹിതസ്തത്ര ഭഗവാൻ മധുസൂദന സ്മൃത്യാശേഷാശുഭഹരം സർവമംഗളമംഗളം. സ്ത്രീബാലവൃദ്ധാനാദായ ഹതശേഷാൻ ധനഞ്ജയ ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ വജ്രം തത്രാഭ്യഷേചയത്. ഹതശേഷാൻ സ്ത്രീബാലവൃദ്ധാൻ ആദായ, എന്താ ബാക്കി മരിക്കാതെ അവിടെ ദ്വാരകയിൽ ഉണ്ടായിരുന്ന അവശേഷിച്ച എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും കൂട്ടിയിട്ട് ആദായ ധനഞ്ജയ അർജുനൻ ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ, ഇന്ദ്രപ്രസ്ഥത്തിൽ കൊണ്ടുവന്ന് വജ്രം അഭ്യഷേചയത്, അവിടെ വജ്രൻ എന്നു പേരുള്ള യാദവനെ അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ബാക്കി ആരൊക്കെയാണ് മരിക്കാതെ ഉണ്ടായിരുന്നത് ദ്വാരകയിൽ? മെയിൻലി സ്ത്രീകളും കുറേ സ്ത്രീകളൊക്കെ മരിച്ചുല്ലോ. കുറച്ച് സ്ത്രീകളും കുറച്ച് കുട്ടികളും കുറച്ച് വൃദ്ധന്മാരും ഉണ്ട്. അവരെയും കൂട്ടി ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നിട്ട് അതിൽ മരിക്കാതെ ഉണ്ടായിരുന്ന വജ്രൻ എന്ന യാദവനെ അവിടുത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. സ്ത്രീബാലവൃദ്ധാനാദായ ഹതശേഷാൻ ധനഞ്ജയ ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ വജ്രം തത്രാഭ്യഷേചയത്. ശ്രുത്വാ സുഹൃദ്വധം രാജന്നർജുനാത്തെ പിതാമഹാഃ ത്വാം തു വംശധരം കൃത്വാ ജഗ്മുസ്സർവേ മഹാപഥം. ഹേ പരീക്ഷിത് മഹാരാജാവേ, ഹേ രാജൻ വിളിക്കണ്ടല്ലോ, തേ പിതാമഹാഃ അങ്ങയുടെ മുത്തശ്ശന്മാർ, അതായത് ധർമ്മപുത്രരുടെ
ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, പിതാമഹ, അങ്ങയുടെ മുത്തശ്ശന്മാർ അർജുനനിൽ നിന്ന് സുഹൃദ് വധം, തങ്ങളുടെ വളരെ ഇഷ്ടപ്പെട്ട യാദവന്മാരുടെ നാശം കേട്ട് ത്വാം തു വംശധരം കൃത്വ, കേട്ട് അങ്ങയാകട്ടെ വംശധരനായി അഭിഷേകം ചെയ്ത് മഹാപ്രസ്ഥാനം ചെയ്തു എന്ന്. അതായത് പിന്നെ അങ്ങയുടെ, അതായത് ഹേ പരീക്ഷിത് മഹാരാജാവേ, അങ്ങയുടെ മുത്തശ്ശന്മാരോടൊക്കെ അർജുനൻ, അങ്ങയുടെ സ്വന്തം മുത്തശ്ശനായിട്ടുള്ള അർജുനൻ ബാക്കിയുള്ളവരോടും ഒക്കെ ഇവിടെ വന്നിട്ട് എല്ലാ വിവരവും പറഞ്ഞപ്പോൾ അവർ അങ്ങയെ രാജാവാക്കിയതിന് ശേഷം അവർ മഹാപ്രസ്ഥാനം ചെയ്തു. മീൻസ് അവരും ദേഹത്യാഗം ചെയ്തു. അതല്ലേ നമ്മൾ മഹാപ്രസ്ഥാനമൊക്കെ കണ്ടതാണല്ലോ. അതായത് ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ അവർക്കും പോവാറായി എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പരീക്ഷത്തിന് വേറെ ആരും ഇല്ലല്ലോ, പരീക്ഷത്തല്ലേ ഒരൊറ്റ വിത്ത് ആയിട്ടുണ്ടായുള്ളൂ. ആ പരീക്ഷത്തിനെ ഹേ രാജാവേ, അങ്ങയെ രാജാവായിട്ട് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് തന്നെ പറയണമല്ലോ, ഹേ പരീക്ഷിത് മഹാരാജാവേ, അങ്ങയെ രാജാവാക്കി അഭിഷേകം ചെയ്ത് അവർ മഹാപ്രസ്ഥാനം ചെയ്തു. അതങ്ങക്ക് അറിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രുത്വാ സുഹൃദ്വധം രാജൻ അർജുനാത്തെ പിതാമഹ ത്വാം തു വംശധരം കൃത്വ, അതായത് പിന്നത്തെ രാജാവായിട്ടേ, കൃത്വ ജഗ്മു സർവേ മഹാപഥം, അതായത് മഹാപ്രസ്ഥാനം ചെയ്തു, അവരും പോയി. ഏതദ്ദേവദേവസ്യ വിഷ്ണോः കർമാണി ജന്മച കീർത്തയേ ശ്രദ്ധയാ മർത്യഃ സർവപാപൈഃ പ്രമുച്യതേ. എന്നിട്ട് പിന്നെ പറയാണ്, ഫലശ്രുതി പോലെ പറയാണ്, യഹ ദേവദേവസ്യ വിഷ്ണോः ഏതദ്, ഈ ഏത് ദേവദേവനായ മഹാവിഷ്ണുവായ അങ്ങയുടെ ഈ ജന്മകർമാണി, ഈ ജന്മത്തിനെയും ലീലകളെയും ശ്രദ്ധയാ കീർത്തയേത്, ആരാണ് ശ്രദ്ധയോടെ കീർത്തിക്കുന്നത്, സഹ മർത്യ സർവപാപൈഃ പ്രമുച്യതേ, ആ മനുഷ്യൻ സർവ പാപങ്ങളിൽ നിന്നും ആയിത്തീരുന്നു എന്നൊരു ഫലശ്രുതി പറയാണ്. എന്താണ്, ആരാണ് ദേവദേവനായിട്ടുള്ള വിഷ്ണു ഭഗവാന്റെ ഇപ്പം ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നില്ലേ ഈ കഥകൾ, ലീലകൾ, ആരാണ് കീർത്തിക്കണ, ആരാണ് സ്മരിക്കണ, ആരാണ് എപ്പോഴും ഭഗവത് സ്മരണയിലിരിക്കണ, അവർക്ക് അവരുടെ സർവ്വ കർമ്മവാസനകളും കർമ്മബന്ധനവും സകല പാപങ്ങളും നശിച്ചവർക്ക് മുക്തി കിട്ടും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതദ്ദേവദേവസ്യ വിഷ്ണോः കർമാണി ജന്മച കീർത്തയേ ശ്രദ്ധയാ മർത്യഃ സർവപാപൈ പ്രമുച്യതേ. നമുക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ അല്ലേ. എല്ലാ ലീലകളും നമ്മൾ പതുക്കെ വന്ന് ഇവിടെ എത്താൻ ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രം തന്നെയാണ് കേട്ടോ. ഇനി 28 അവസാനത്തെ ശ്ലോകമാണ് ഇതിലത്തെ ഏകാദശ സ്കന്ധത്തിലത്തെ. ഇത്തം ഹരേർ ഭഗവതോ രുചിരാവതാര വീര്യാണി ബാലചരിതാനി ച ശന്തമാനി അന്യത്ര ചേഹ ച ശ്രുതാനി ഗൃണൻ മനുഷ്യോ ഭക്തിം പരമഹംസഗതൗ ലഭേതാം. ഇത്തം ഇപ്രകാരം ഭഗവതോ ഹരേഹേ, ഭഗവാനായിട്ടുള്ള ഹരിയുടെ രുചിരാവതാര വീര്യാണി, അവതാരങ്ങളെയും ലീലകളെയും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവൃത്തികളെയും, വളരെ വീരമായ പ്രവൃത്തികളെയും ദിവ്യ ലീലകളെയും, ശന്തമാനി പരമമംഗളങ്ങളായിട്ടുള്ള അതാണ് ശന്തമാനി, ബാലചരിതാനി ഭഗവാന്റെ ബാലലീലകളെയും, ച ഇഹ അന്യത്ര അവ ഇവിടെ കേൾക്കപ്പെട്ടതോ, അപ്പം ഞാൻ പറഞ്ഞതോ, അന്യത്ര ച ശ്രുതാനി വേറെ എവിടുന്നെങ്കിലും കേൾക്കപ്പെട്ടതോ ആയിക്കൊള്ളട്ടെ, ഗൃണൻ മനുഷ്യ അത് കേൾക്കണ മനുഷ്യൻ, ഭക്തിപൂർവം കേൾക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ കീർത്തിക്കുന്ന മനുഷ്യൻ, പരമഹംസഗതൗഹു പരമഹംസന്മാർക്ക് മാത്രം പ്രാപിക്കാൻ ഭാഗ്യമുള്ള പരാംഭക്തിം ലഭേത, അങ്ങയിൽ പരമമായ ഭക്തി അവർക്കുണ്ടാവുന്ന അതൊരു ഫലശ്രുതിയാണ്. അതായത് ആരാണ് ഭഗവാന്റെ ഈ അവതാര കഥകളെയും ലീലകളെയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ തന്നെ, ആരാണ് ബാലലീലകളെയൊക്കെ പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ അത് കേൾക്കണത്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഈ പുസ്തകത്തിൽ നിന്ന് ഭാഗവതം ആരുടെ കയ്യിൽ നിന്ന് കേട്ടാലും അവർക്ക് ഭഗവാനിൽ അനന്യഭക്തി
ഉണ്ടാവും എന്നാണ്. പരാഭക്തിയെ പ്രാപിക്കുന്ന, അതായത് അനന്യഭക്തി ഉണ്ടാവും അവർക്ക്, ഏകാന്ത ഭക്തി അവർക്ക് ഉണ്ടാവും. ഈ കഥ ആരുടെ കയ്യിൽ നിന്ന് കേട്ടാലും ഈ ഭഗവാന്റെ ബാലലീലകളും അവതാര കഥകളും ദിവ്യലീലകളൊക്കെ കേൾക്കുന്നവർക്ക് അനന്യഭക്തി നൽകി ഭഗവാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നിവിടെ ഏകാദശം അവസാനിപ്പിക്കുകയാണ്. ഇത്തം ഹരേർ ഭഗവതോ രുചിരാവതാര വീര്യാണി ബാലചരിതാനി ച ശന്തമാനി അന്യത്ര ചേഹ ച ശ്രുതാനി ഗൃണൻ മനുഷ്യോ ഭക്തിം പരം പരമഹംസ ഗതൗ ലഭേത. അപ്പം നമുക്കിന്ന് ഇവിടെ ഏകാദശ സ്കന്ധത്തിലത്തെ 31 അധ്യായം കഴിഞ്ഞു. ആക്ച്വലി ഏകാദശ സ്കന്ധം സമാപ്തം ആയി ഇതോട് കൂടിയിട്ട്. അപ്പം നമ്മളെ ഭഗവാൻ ഓൾമോസ്റ്റ് 5 കൊല്ലാവും. ഓഗസ്റ്റ് 17 ആവുമ്പോൾ, ചിങ്ങൊന്നാവുമ്പോൾ നമ്മളെ ഭഗവാന്റെ കൂടെ കൊണ്ടുവന്ന മാഹാത്മ്യം തൊട്ട് നമ്മളെ ഭഗവാന്റെ കൂടെ നടത്തിക്കൊണ്ടുവന്ന ഭഗവാന്റെ അവതാര ലീലകളും ഭഗവാന്റെ ബാലലീലകളും രാസക്രീഡയും അങ്ങനെ എന്തെല്ലാം കഥകളിൽ കൂടി ഭഗവാന്റെ ലീലകളെ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. നമ്മളെ എല്ലാവരെയും ഭഗവാൻ കൈ പിടിച്ച് ശരിക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയണം. കാരണം എത്ര പറഞ്ഞാലും തീരില്ല. അത് ഒരു പാഴ്വാക്കല്ലായിട്ട് ഞാൻ പറയല്ല. ഇത് തുടങ്ങണ സമയത്ത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നമുക്ക് ഈ ഏകാദശ സ്കന്ധം കഴിയുന്നത് വരെ ഭഗവാൻ എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന തെറ്റുകളും ഈ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റുകളും അറിവില്ലായ്മയൊക്കെ ഉണ്ടെങ്കിലും ഭഗവാൻ അത് ഇതുവരെ എത്തിച്ചത് ശരിക്കും ഒരു അത്ഭുതമാണ്. മോഹം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കപാതമഹം വന്ദേ പരമാനന്ദ മാധവം എന്നുള്ള ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിനെ ഉദാഹരിക്കുകയാണ് ഭഗവാൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് കൊണ്ട് ചെയ്തത്. ആ ശ്ലോകത്തിന് ഉദാഹരിക്കുക തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത് ഭഗവാനല്ലാതെ ഒരാൾക്കത് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. എല്ലാ ദിവസവും ഞാൻ ഭഗവാനോട് പറയും, ഭഗവാനെ, ഭഗവാന്റെ പ്രസാദത്തിനായിക്കൊണ്ടല്ല ഇത് ഭവിക്കുന്നതെങ്കിൽ അന്ന് നിർത്തണേന്ന് ഞാൻ പറയും. അപ്പോൾ ഇതുവരെ നിർത്താതെ ഒരു ദിവസം പോലും ഇൻ്റർനെറ്റോ എന്തെങ്കിലും ഇല്ലാണ്ടെങ്കിൽ അയക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച് റെഡിയാക്കാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ഭഗവാൻ എന്നെ ഒരു നിമിത്താക്കിയെടുത്ത് പറയിപ്പിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് എന്നും അത് തോന്നുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം, ഭഗവാനും നമസ്കാരം. ഭഗവാന്റെ പാദകമലങ്ങളിൽ നമുക്കെല്ലാവർക്കും അനന്യഭക്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഏകാദശ സ്കന്ധം അവസാനിപ്പിക്കാം. ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ മേ.